ഡോക്ടർ വി.പി. മുസ്തഫ ഇപ്പോൾ ടെലിഫോൺ ലൈനാണ് ഉള്ളത്. ഡോക്ടർ വി.പി. മുസ്തഫ, ബി.ജെ.പിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് കാണണോ, അതോ ബി.ജെ.പിയിലെ പൊതുവെയുള്ള പ്രശ്നങ്ങളായിട്ടാണോ നിങ്ങളൊക്കെ കാണുന്നത്? ഇത് ബി.ജെ.പിയുടെ കൃത്യമായിട്ടുള്ള സംഘടനാപരമായി രാഷ്ട്രീയമായി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രശ്നമാണ്. കേവലമായിട്ടൊരു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ മാത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. 2014 അധികാരാരോഹണത്തോടു കൂടി പൊതുവെ ഇന്ത്യയിലാകെയും കേരളത്തിൽ വിശേഷിച്ചും ബി.ജെ.പി എത്രമാത്രം ദുഷിച്ചു പോയിരിക്കുന്നു എന്നുള്ളതിന്റെ പൊട്ടിത്തെറികളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. നമ്മൾ ദേശീയ തലത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ അദാനി എന്ന് പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ഭീകരൻ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്, അതിനെങ്ങനെയാണ് നരേന്ദ്രമോദി ഭരണം ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ഇന്ത്യയിൽ 2100 കോടി രൂപ ബി.ജെ.പി ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾക്ക് കോഴയായി കൊടുത്തതിന് കേസെടുക്കേണ്ടി വന്നിരിക്കുന്നത് ന്യൂയോർക്കിലെ കോടതിയിലാണ്. എന്തുമാത്രം അധപ്പതിച്ച നിലയിലാണ് ബി.ജെ.പിയുടെ ദേശീയ രാഷ്ട്രീയം. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ അത് ഗൗരവമായിട്ട് കണ്ടതാണല്ലോ. കേരളത്തിൽ ഇപ്പോൾ അവർക്ക് വലിയ അധികാരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ദേശീയ അധികാരം വെച്ചുകൊണ്ട് എന്തോ ചീന്ന വഴികളിലൂടെയാണ് അധികാരം എങ്ങനെയാണ് ബി.ജെ.പിയെ ദുഷിപ്പിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ പൊട്ടിത്തെറികളാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളിത് വെറുതെ പാലക്കാട്ടെ ഒരു പരാജയം, അതിൻ്റെ പുറത്ത് ആരെയെങ്കിലും ബലിയാടാക്കുക എന്ന് പറയുന്ന ഒരു കേവലമായ പ്രശ്നമൊന്നുമല്ല. ബി.ജെ.പിയെ പോലെ ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ അത് അധികാരം ദുഷിപ്പിക്കുമ്പോൾ ഏറ്റവും ജീർണിച്ച അവസ്ഥയിലെത്തുക, അവിടെ കൊട്ടേഷൻ സംഘങ്ങളായിട്ടും ആർത്തി പൂണ്ട പണ്ടാരങ്ങളായിട്ടും അത് മാറും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ പൂണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം എന്നൊക്കെ. ഡോക്ടർ വി.പി. മുസ്തഫ, ഇപ്പോൾ ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെല്ലാം ആ രീതിയിൽ ചർച്ച ചെയ്ത് കെ സുരേന്ദ്രൻ എന്ന ബി.ജെ.പി അധ്യക്ഷനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചവറ് വാർത്തകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കെന്താണ് ഇടപെടാൻ കാര്യം? നിങ്ങളാരാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതേസമയം മറ്റൊരു പ്രതികരണം നമ്മൾ കേട്ടല്ലോ. ബി.ജെ.പിയോടൊപ്പം പോലും ബി.ജെ.പിയിൽ പോലും ഒരു കാലത്ത് പ്രതീക്ഷ കണ്ടിരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബി.ജെ.പി ഒരു അലവലാതി പാർട്ടിയാണ് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളാണ്. അല്ല, അതാണ് ഞാനിപ്പോൾ പറഞ്ഞല്ല അല്ലെ, ഈ അധികാരവും സമ്പത്തിനോടുള്ള ആർത്തിയും പദവികളോടുള്ള വ്യാമോഹവും ബി.ജെ.പിയെ എങ്ങനെ ദുഷിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ റോൾ മാതൃകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നിങ്ങൾ ഈ 2014 മുമ്പുള്ള കെ സുരേന്ദ്രൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും, അദ്ദേഹം നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ അന്ന് പങ്കെടുക്കുന്ന ഒരാളാണല്ലോ. 2014 മുമ്പേ അദ്ദേഹം ഇതുപോലെ ഒരു വലിയ റോളിലായിരുന്നില്ലല്ലോ. അന്ന് ബി.ജെ.പിയുടെ ഒരു സംസ്ഥാന വക്താവായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ അന്ന് ഉണ്ടായിരുന്ന സുരേന്ദ്രൻ്റെ ശരീരഭാഷയും അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയും, എന്നാൽ കേന്ദ്ര അധികാരം കിട്ടിയ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പദവിയിലിരുന്നു കൊണ്ട് ധനസമ്പാദനവും അതുപോലെയുള്ള മറ്റു വഴികളും ഞങ്ങൾ പറയുന്നതല്ല, ബി.ജെ.പിക്കകത്ത് തന്നെയുള്ള വലിയ ആക്ഷേപങ്ങളാണ്. അതെങ്ങനെ ഒരു ബി.ജെ.പി കേഡറെ ദുഷിപ്പിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാത്ത മാതൃകയാണ് ശ്രീ കെ സുരേന്ദ്രൻ. അങ്ങനെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ഉപയോഗിച്ച വാചകം, ഈ ചവറ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു CPIM സഖാവിൻ്റെ വായിൽ നിന്നാണ് വീണുപോയിരുന്നതെങ്കിൽ ലാലെ ഇന്നത്തെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം മുഴുവൻ ഏതാകുമായിരുന്നു. NN കൃഷ്ണദാസ് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു നേരനുഭവം വെച്ച് മാധ്യമങ്ങളുടെ ചാനലുകളുടെ ചില ശൈലിയെക്കുറിച്ചൊരു പ്രയോഗം നടത്തിയപ്പോൾ 2-3 ദിവസം അതായിരുന്നില്ലേ നമ്മുടെ ചാനലുകളുടെ മുഖ്യ ചർച്ചാ വിഷയം? ചാനലുകൾ മാത്രമല്ല,
വലതുപക്ഷ രാഷ്ട്രീയവും അത് ഏറ്റെടുത്തു. CPM-നെ അടിക്കാനുള്ള ഒരു വലിയ വടിയായിട്ട് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്ക്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഒരു വലിയ പദവിയിലിരിക്കുന്നയാൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെയും അതിൻ്റെ പ്രവർത്തകരെയും അവർ പ്രസരിപ്പിക്കുന്ന വാർത്തകളെയും ചവറ് എന്ന് ആക്ഷേപിച്ചപ്പോൾ ഒരാൾക്കും പൊള്ളുന്നില്ലല്ലോ. പോട്ടെ, ഇത് കേട്ട വലതുപക്ഷ മാധ്യമങ്ങൾ, കാരണം അവരവിടുന്ന് ഈ വല്ലതും കിട്ടിയിട്ട് നിൽക്കുന്നവരായതുകൊണ്ട് അവർക്കതിനെ വിമർശിക്കാൻ കഴിയില്ല. എന്നാൽ നേരത്തെ CPM നേതാവിൻ്റെ ഈ പ്രയോഗത്തെ വലിയ വിവാദമാക്കാൻ നടന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയം എന്തെങ്കിലും ഒരു പ്രസ്താവന കിട്ടിയാൽ പ്രസ്താവന ഇറക്കുന്നയാളല്ലേ പ്രതിപക്ഷ നേതാവ്. ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ ദിവസം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ 7-ാം തീയതിയും 8-ാം തീയതിയും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ 7-ാം തീയതിയും 8-ാം തീയതിയും കാര്യങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് പലരും ചെയ്തത്. ഡോക്ടർ VPP മുസ്തഫ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മറുചോദ്യം ഉണ്ടായിരുന്നില്ല. ഈ ചെവർ വാർത്തയെക്കുറിച്ചോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP-യിൽ ഉരുണ്ടുകൂടി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഉപചോദ്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡോക്ടർ VPP മുസ്തഫ നേരത്തെ പറഞ്ഞു ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാലക്കാട്ടെ ഒരു ഒറ്റപ്പെട്ട വിഷയമൊന്നുമല്ല, BJP-യുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി BJP-യുടെ സംസ്ഥാന ഘടകത്തിൽ കുറേ കാലങ്ങളായി തുടരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് BJP-യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും മറ്റു തെരഞ്ഞെടുപ്പുകളെയൊക്കെ ഇതേ മാതൃകയിൽ കണ്ട സ്വയം ചില ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പുകളെപ്പോലും കണ്ട BJP-യിലെ പദവികളെ ഉപയോഗിച്ച ഒരു കൂട്ടം ആളുകൾക്ക്, ഒരു വിഭാഗം ആളുകൾ പാലക്കാടും അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ നിരീക്ഷിച്ച പറഞ്ഞ ഡീല് പോലെയുള്ള കാര്യങ്ങൾ പാലക്കാട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി പ്രതിഫലനങ്ങളാണ് പാലക്കാട്ട് നിന്ന് ഇപ്പോൾ ഉയരുന്നത്. അത് കെ സുരേന്ദ്രൻ ഇപ്പോൾ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. മറ്റു പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ പാലക്കാടും കൂടി ഇതേ പാറ്റേണിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കാണാമോ? തീർച്ചയായിട്ടും ലാല എന്നോട് തന്നെയല്ലേ? അതെ അതെ. അത് കാരണം ഇന്ന് കൈരളി തന്നെ കൊണ്ടുവന്ന മറ്റൊരു വാർത്തയുണ്ടല്ലോ ലാലെ. ഈ പാലക്കാട്ടെ വോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഒരു MP ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഫ്ലോർ മാനേജർമാർ 40ഓളം BJP നേതാക്കളെ ബന്ധപ്പെട്ടു. അതിൻ്റെ കോൾ ലിസ്റ്റുകൾ പുറത്തു വരികയാണ്. അവിടെ പാലക്കാട്ടെ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിൻ്റെ ബൂത്ത് കമ്മിറ്റികളെ സ്വാധീനിക്കാൻ കഴിയുന്ന, BJP-യുടെ വോട്ട് ബേസിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന 40ഓളം നേതാക്കളെ കോൺഗ്രസ് അതിൻ്റെ ഒരു MP ഉൾപ്പെടെ മുൻകൈയെടുത്ത് വിലക്കെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്ന് കൈരളി പുറത്തു കൊണ്ടുവരികയുണ്ടായല്ലോ. നമ്മുടെ മുന്നിൽ ഇത് കാണിക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ പണത്തിനു വേണ്ടിയിട്ട്, അധികാരത്തിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു കൂട്ടരായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അധികാരവും അതിൻ്റെ പദവികളും പണത്തോടുള്ള ആർത്തിയുമെല്ലാം BJP-യെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുക. ഇത് ഒരു തെരഞ്ഞെടുപ്പിലെ മാത്രം പ്രശ്നമല്ലല്ലോ. അധികാരം കിട്ടിയതിന് ശേഷം കേരളത്തിൽ, നമ്മുടെ ദേശീയ അധികാരം കിട്ടിയതിന് ശേഷം കേരളത്തിൽ അവർക്ക് വലിയ പറയത്തക്ക സ്വാധീനമൊന്നും ഇല്ലാതിരുന്നിട്ടും കേരളത്തിൽ നിന്ന് പോലും ഞെട്ടിപ്പിക്കുന്ന അഴിമതി വാർത്തകൾ നമ്മൾ കേട്ടില്ലേ? ഈ കുറുവാ സംഘം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചത് വെറുതെ ഒരു ഭംഗി വാക്കോ ആലങ്കാരിക ഭാഷയോ അല്ല. മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാം, സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ചില നിക്ഷേപകരിൽ നിന്ന് കോള വാങ്ങിയതിന്റെ പ്രശ്നം കേരളത്തിലെ നമ്മൾ ഉപയോഗിച്ച വാക്കല്ല. പെട്രോൾ പമ്പുകൾ തന്നെയുള്ള ഈ കാര്യങ്ങളെ എതിർക്കുന്ന സാധാരണ പ്രവർത്തകർ ഇന്ന് കോഴിക്കോട്ടെ BJP ഓഫീസിന്റെ ആ ബോർഡിന്റെ പുറത്ത് എഴുതി ഒട്ടിച്ച പോസ്റ്ററുകളിൽ കണ്ട കാര്യങ്ങളാണ്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് ഈ കുറുവാ സംഘത്തെ പുറത്താക്കി BJP-യെ രക്ഷിക്കുക എന്നാണ് അവർ എഴുതിയിരുന്നത്. അത് പ്രവർത്തകരുടെ വികാരം കൂടിയാണ്. തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ തന്നെയാണ് BJP-യിൽ നിന്ന് ഇത് വരുന്നത്.
നേരത്തെ പറഞ്ഞതുപോലെ ഈ പെട്രോൾ പമ്പ് അനുവദിക്കാം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുള്ള അഴിമതിയുടെ വിഷയങ്ങൾ, ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ യോഗത്തിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട്ട് എന്തുകൊണ്ടാണ് ഈ പ്രതികരണം പ്രവർത്തകരിൽ നിന്ന് വരുന്നത്? എം ടി രമേശിന്റെ തട്ടകമാണത്. BJPയുടെ നേതൃനിരയിൽ ഈ പറഞ്ഞ അധികാരവും പ്രശ്നങ്ങളും എല്ലാം വന്നിട്ടും പേര് ദുഷിപ്പിക്കാത്ത അപൂർവം നേതാക്കളിൽ ഒരാളാണ് എം ടി രമേശ്. ഇന്നിപ്പോ എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. സുരേന്ദ്രൻ പറഞ്ഞത് തോൽവിയൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ സംഘടനാ കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ BJPയിൽ അവരുടെ അംഗത്വ ക്യാമ്പയിൻ, അതിന്റെ സജീവ മെമ്പർഷിപ്പ്, അതുപോലെ പ്രൈമറി മെമ്പർഷിപ്പ്, ഇതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു യോഗത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരാളല്ലേ എം ടി രമേശ്. കാരണം അദ്ദേഹം ദീർഘകാലം BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും മറ്റു പദവികളും വഹിച്ച ഒരാളല്ലേ. അതുപോലെ PK കൃഷ്ണദാസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത, ദീർഘകാലമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേതൃപദവിയിലുമൊക്കെ ഇരുന്ന ഒരാൾ, അധികാരമുള്ള ഒരു BJPയുടെ അല്ല, അതല്ലാത്തൊരു BJPയെ കേരളത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഇടപെട്ട ഒരാളല്ലേ. എറണാകുളത്തെ AN രാധാകൃഷ്ണൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് BJPയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഈ യോഗത്തിൽ, കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ കാര്യം ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിൽ ഈ വലിയ സംഘടനാ ചുമതലയുള്ള ഒരു നിര നേതാക്കൾ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പൊ എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ BJP എത്തിയത്? അതാണ് കേരളത്തിലെ BJP എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മുൻപൊന്നും ഇല്ലാത്ത വിധം കേരളത്തിലെ BJP